നിയമസഭാ മണ്ഡലത്തിൽ NDA സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന പി. ശ്രീനാഥിന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥമുള്ള റോഡ് ഷോ ശ്രീകണ്ഠാപുരം ടൗണിൽ സംഘടിപ്പിച്ചു. NDAയുടെ തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് പരിസരത്തുനിന്ന് ആരംഭിച്ച് ശ്രീകണ്ഠാപുരം ടൗൺ ചുറ്റി ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു. നിരവധി പ്രവർത്തകർ റോഡ് ഷോയിൽ പങ്കെടുത്തു. നമസ്കാരം. കേരളം ഇന്ത്യയോടൊപ്പം ഭാരതത്തോടൊപ്പം NDAയിലേക്ക് പോവുകയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് കേരളത്തിലും NDAയുടെ കരുത്തവനമായ മുന്നേറ്റം നടക്കുകയാണ്. ആ സമയത്താണ് NDAയുടെ സ്ഥാനാർത്ഥിയായിട്ട് ഇരിക്കൂർ നിയോജക മണ്ഡലത്തിൽ ഞാൻ മത്സരിക്കുന്നത്. എന്തുകൊണ്ട് ഇരിക്കൂറിൽ NDA വരണം? ഭാരതം മാറുമ്പോൾ എന്തുകൊണ്ട് കേരളം മാറുമ്പോൾ എന്തുകൊണ്ട് ഇരിക്കൂറിൽ മാറണമെന്നുള്ള ചോദ്യത്തിന് ഉത്തരം കഴിഞ്ഞ 44 വർഷത്തെ ഇവിടുത്തെ ഭരണ നേട്ടങ്ങൾ ഓരോന്നോരോന്ന് ചോദിച്ചുകൊണ്ടാണ്. ഈ നാട്ടിൽ 44 വർഷത്തിനിടയ്ക്ക് ഒരു സർക്കാർ ആശുപത്രിയോ അല്ലെങ്കിൽ ഒരു കിടത്തി ചികിത്സിക്കാൻ പാകത്തിനുള്ള ഒരു സർക്കാർ സംവിധാനങ്ങളോ ഇവിടെ ഉണ്ടോ? 44 വർഷത്തിനിടയ്ക്ക് നല്ലൊരു സ്കൂള്, സർക്കാർ സ്കൂളുകൾ ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന LDF ആയിരുന്നാലും UDF ആയിരുന്നാലും ഈ മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്യുന്ന UDF ആയിരുന്നാലും കഴിഞ്ഞ 44 വർഷവും ഇവിടെയുള്ള പൊതുവിദ്യാഭ്യാസവും പൊതു ആരോഗ്യ സംവിധാനവും ഒക്കെ പൂഴ്ത്തിവെച്ച് അല്ലെങ്കിൽ ഇല്ലാതാക്കിക്കൊണ്ട് ഇവിടെയുള്ള പ്രൈവറ്റ് വൽക്കരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ ശ്രമം നടക്കുന്നത്. നമുക്കറിയാം, ഈ പാർട്ടികൾക്ക് ശ്രീകണ്ഠപുരത്ത് പോലും കോർപ്പറേറ്റ് ഹോസ്പിറ്റൽ വന്നിട്ടുണ്ട്. വന്നതിന്റെ റീസൺ സർക്കാർ സംവിധാനങ്ങൾ ഇവിടെ കൊണ്ടുവന്നാൽ അവർക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരെ പറ്റിച്ച് ജീവിക്കുന്ന ഈ ഒരു വർഗത്തെ ഈ ഇരിക്കൂർ നിയോജക മണ്ഡലത്തിൽ നിന്നും കൂടി മാറ്റണം. ഇത് മാത്രമല്ല, 44 വർഷത്തിനിടയ്ക്ക് ഏറ്റവും കൂടുതൽ ഉന്നതി കോളനികളുള്ള സ്ഥലമാണ് ഇവിടെ. ഈ നാട്ടിൽ ഉന്നതി കോളനികൾ എങ്ങനെയുള്ളത്? ഒരു മുറിയിൽ ചോർന്നൊലിക്കുന്ന ഒരവസ്ഥയിൽ വളരെ ദയനീയമായിട്ട് ഇവിടെയാണ് 2020 എന്ന പ്രസ്ഥാനം മുന്നോട്ടേക്ക് വെക്കുന്നത്. 2020ക്ക് കിട്ടിയിരിക്കുന്ന പഞ്ചായത്തായ കിഴക്കമ്പലത്തിൽ ഗോഡ്സൺ വില്ല പ്രൊജക്ടുകളാണ് നമ്മളവിടെ കൊടുത്തിരിക്കുന്നത്. അതേ മോഡലിൽ നിന്ന് CPMന്റെ അല്ലെങ്കിൽ LDFന്റെ സർക്കാർ കോപ്പി ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ കേരളം, ഭാരതം വികസിക്കുന്നതോടൊപ്പം ഭാരതത്തിന്റെ പ്രവർത്തനങ്ങളാണ് നിങ്ങൾ ഇവിടെ കാണിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിലുള്ള ഒരുപാട് സംവിധാനങ്ങളാണ് ഇവിടെ കാണുന്നത്. ഇതിനോടൊപ്പം ഇരിക്കൂർ നിയോജകമണ്ഡലവും മാറേണ്ടതുണ്ട്. ആ മാറാൻ വേണ്ടിയിട്ടാണ് ഇപ്രാവശ്യം NDA സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഓരോരുത്തരുടെയും എത്തിയിരിക്കുന്നത്. 44 വർഷത്തിനിടയ്ക്ക് ഇവിടെ ഈ മലയോര മേഖലയുടെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ വന്യജീവികൾ ഒരുപാട് ഉപദ്രവിക്കുന്ന സ്ഥലം. എന്തെങ്കിലും അതിന് നേരിടാൻ വേണ്ടിയിട്ടൊരു സംവിധാനം ഉണ്ടായിട്ടുണ്ടോ? നമ്മുടെ റിപ്പോർട്ടുകൾ പ്രകാരം ഏറ്റവും പരിസ്ഥിതി ലോല പ്രദേശങ്ങളാണ്. ഇവിടെ എത്ര കോറികളാണ് പ്രവർത്തിക്കുന്നത്? അങ്ങനെ എല്ലാ രീതിയിലും പണമുണ്ടാക്കാനും മനുഷ്യരെ ഉപദ്രവിക്കാനും മാത്രം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുകാലിലുള്ള മന്ത് വലതുകാലിലേക്ക് മാറ്റാതെ പുതിയൊരു മുന്നേറ്റത്തിനായിട്ട് ഭാരതത്തോടൊപ്പം കേരളവും ചേർക്കുക എന്നുള്ളതാണ്. 70 വയസ്സായവർക്ക് ശ്രീ നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിൽ ഫ്രീ ആയിട്ട് ട്രീറ്റ്മെന്റ് കൊടുക്കാനുള്ള ഇൻഷുറൻസ് പദ്ധതികൾ ഉണ്ടാക്കി. കേരളത്തിൽ അത് കൊടുത്തോ? അപ്പൊ LDF വന്നാലും UDF വന്നാലും ഇതുപോലെയുള്ള എല്ലാ സാധനങ്ങളും പൂഴ്ത്തിവെക്കുകയാണ്. ആക്ച്വലി ഇതിന്റെ ഉപഭോക്താക്കൾ ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്ന ഇവിടെയുള്ള സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരാണ്. അവരെ ഉന്നതിയിലേക്ക് എത്തിക്കുക, അവരെ ഉന്നമനത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് NDAയുടെ അഥവാ 2020 നേതൃത്വം നൽകുന്ന NDA സ്ഥാനാർത്ഥിയായ എൻ്റെ ലക്ഷ്യം. നമുക്കറിയാം, ഈ നാട്ടിൽ റേഷൻ കടകളിൽ പോയാൽ മിക്കവാറും സാധനങ്ങളാണ് പൊതുമാർക്കറ്റിൽ ഭയങ്കര വിലക്കയറ്റം. ഈ സ്ഥാനത്ത് 2020യുടെ കിഴക്കമ്പലം പഞ്ചായത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും 2020 ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ്. പകുതി വിലയിൽ താഴെയോ ആയിട്ട് നിങ്ങൾക്ക് എല്ലാ സാധനങ്ങളും അവിടുന്ന് വാങ്ങാൻ പറ്റും. ഇതൊക്കെ ചെയ്യുന്നത് മോദിജിയുടെ ലക്ഷ്യത്തിന്റെ പ്രകാരം എങ്ങനെയാണോ കേരളത്തിൽ സാധാരണക്കാരന് ഇവിടെ വാസയോഗ്യമാക്കുന്ന ഏറ്റവും നല്ല രീതിയിൽ അഭിമാനത്തോടെ ജീവിക്കാൻ വേണ്ടി പറ്റുന്നത്, ഇതിനു വേണ്ടി ഈ നാടിനെ തയ്യാറാക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ തയ്യാറാവുന്ന ഒരു മാറ്റത്തിലാണ് കേരളം NDA ഭരിക്കാൻ വേണ്ടി പോകുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളുള്ളത്. അപ്പോൾ നല്ലവരായ ഇരിക്കൂറിലെ ജനാധിപത്യ വിശ്വാസികളോട് എനിക്കും പറയാനുള്ളത്, ഈ മാറ്റത്തിന് വേണ്ടിയിട്ട്, ഈ മാറ്റത്തിനോടൊപ്പം ഇരിക്കൂറിലെ NDA സ്ഥാനാർത്ഥിയായ എന്നെ നിങ്ങളുടെ വിനീതമായ വോട്ടുകൾ രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്ന് മാത്രമാണ്.